ഓക്കെ ഗൈസ്, ഇനി നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാം. പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് നമ്മൾ ബാക്ക് അടിക്കുന്നു, വീണ്ടും ബാക്ക് അടിക്കുന്നു. അങ്ങനെ ബാക്ക് അടിച്ചാൽ ചിലപ്പം പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ടാബ് എടുക്കുക. ടാബ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരിക. തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പേജ് എടുക്കുക. അപ്പോൾ ഒരു പേജ് നമ്മൾ തയ്യാറാക്കിയില്ല, നമ്മൾ ഫസ്റ്റായിട്ട് ഒരു പേജ് തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കണ്ടെങ്കിൽ ഒരു പ്ലസ് എന്നൊരു ഓപ്ഷൻ. അപ്പോൾ നമ്മളിവിടെ പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പേജിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ലിങ്ക് വരും, അതായത് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ലിങ്ക്. അപ്പോൾ അത് ടച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ പേജിലേക്ക് വരണം. ഇവിടെ എന്താ ഉണ്ടാവുക, ഇവിടെ ഒരു ലിങ്ക് ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സൈറ്റിൻ്റെ ഒരു ലിങ്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പേജിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട, ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളൊരു ഇത് മാത്രം മതി, ഹെഡിങ് മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറ്റിയിട്ട് മേജർ ഹെഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു എന്ത്, ടെക്സ്റ്റ് ബുക്ക്. ഇതിൻ്റെ എല്ലാം കളറൊക്കെ മാറ്റാം കേട്ടോ. ഈ ടെക്സ്റ്റ് ബുക്ക് ഇതിൻ്റെ കളർ, അത് ബോൾഡാക്കാം, അണ്ടർലൈനാക്കാം, അത് അതിൻ്റെ കുറേ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അല്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളുക. ഇതിപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ പോയി, നേരത്തെ എന്തോ വന്നു, അതാണ് പ്രശ്നം. ടൈം ഇതിങ്ങനെ ഒന്നും ചെയ്യേണ്ടായാലും വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വേണ്ടത് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതേ കളറെല്ലാം മാറ്റി വെക്കാം. ഓക്കെ, ഈ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കളർ മാറ്റാം. ഞാൻ നീല എടുത്തിട്ട് ആയി കഴിഞ്ഞാൽ ഇനി ടെക്സ്റ്റ് ബുക്ക് ചെയ്താൽ നീല കളറായിരിക്കും. അല്ലേ, പറ്റിച്ച്. ഉണ്ടോ ടെക്സ്റ്റ് ബുക്ക്? ഓക്കെ, നീല കളർ മാറ്റാം. പിന്നെ ഇവിടെ ബോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇറ്റാലിക് ഓപ്ഷൻ. അതിൽ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക, അതിലൊന്നല്ലല്ലോ കാര്യം. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നു. ഇനി എൻ്റെ അടിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പിക്ചർ വെറുതെ കൊടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അടിയിലേക്ക് പോയിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ പിക്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ എടുക്കുക, ബ്രൗസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് അല്ലേ, ടെക്സ്റ്റ് ബുക്കിന് ടെക്സ്റ്റ് ബുക്കിന് ഞാൻ ഇതിന് കൊടുത്തോളി, ഇത് കൊടുത്തിരിക്കുന്നു. ഏതെങ്കിലും ഇപ്പോൾ ഇതെടുക്കുക, അതിന് ഡെണ്ണം കൊടുക്കുക. അപ്പോൾ ഇതിവിടെ വരും പിക്ചർ. ആ പിക്ചറിന് വലുതാക്കണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, മീഡിയം, സ്മോൾ, ലാർജ്. അപ്പം ഞാൻ ഒരു എക്സ്ട്രാ ലാർജ് കൊടുത്തു. അതായത് ഈ പേജിൽ എനിക്ക് വേറെ ഒന്നുമില്ല, വേറെ ഈ ചിത്രം മാത്രമേ ഉള്ളൂ. അതിന് ഇതിൻ്റെ അടിയിൽ എന്ത് വരണം, ആ ലിങ്ക് വരണം, ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിങ്ക് വരണം. അതായത് ശരിക്കും ഇവിടെ എന്തും ചെയ്യാം. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ സമഗ്രൻ്റെ സൈറ്റിലേക്ക് പോകണം. അതായത് സമഗ്ര എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള സൈറ്റാണ്, അതിലേക്ക് പോകണം. അതാ ഉദ്ദേശിക്കുന്നതെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ടെക്സ്റ്റാണോ, ഞാൻ പറഞ്ഞുതരാം. ടെക്സ്റ്റിൻ്റെ സമഗ്ര എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ആദ്യം സമഗ്രൻ്റെ ലിങ്ക് കോപ്പി ചെയ്യണം. അതിപ്പോൾ എങ്ങനെ കോപ്പി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാബ് വീണ്ടും എന്ത് ചെയ്യുക, ഒരു പുതിയ ടാബ് എടുക്കുക. എന്നിട്ട് അവിടെ സമഗ്ര എന്ന് സെർച്ച് ചെയ്ത് ആ സൈറ്റിലേക്ക് പോയി, സൈറ്റ് ഓപ്പണായി. എന്നിട്ട് അതിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഈ ഒരു സൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത് വെച്ചാൽ, ഇതിൻ്റെ മേലത്തെ ഈ ഭാഗമില്ലേ, അതിങ്ങനെ ഞെക്കി പിടിക്കുക. അന്നേരം ഇങ്ങനത്തെ വരും. എന്നിട്ട് അവിടെ ഇങ്ങനെ ഈ ഇത് ഞെക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ കോപ്പി ആയി, ആ ലിങ്ക് കോപ്പി ആയി. ലിങ്ക് കോപ്പി ആയിട്ടും കാര്യമില്ല, ഇത് എന്നിട്ട് ഇത് ബാക്ക് അടിക്കുക. ഫോണ് ജാമായി ഗൈസ്. ഓക്കെ ഗൈസ്, ഫോണിൽ ഒന്നാമത് സ്റ്റോറേജ് ഇല്ല, രണ്ടാമത് നെറ്റിൻ്റെ പ്രശ്നം, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം.
എന്നിട്ട് വീണ്ടും നമ്മൾ പണ്ടത്തേതിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇതൊന്നും കൂടി ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലൊരു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതൊരു ഓപ്ഷൻ ഇല്ലേ? അപ്പോൾ ഏഡ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞു വരും. ഇതിൻ്റെ അടിയിലാണ് നമുക്ക് എന്ത് വരണ്ടേ, ലിങ്ക് വരണ്ടേ. അപ്പോൾ ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചേ, അതും എൻ്റെ ക്ലിപ്പ് ബോർഡിലുണ്ട്. അത് ലിങ്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ ഫസ്റ്റത്തെ ഓപ്ഷൻ കണ്ടിക്കുക, ഒരു സാധനം പോലത്തെ അത് ഞെക്കുക. അത് ഞെക്കിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഞെക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സാധനം വരും. പോയി ഒന്നും കൂടി ഞെക്കിയാൽ ഇതുപോലത്തെ ഒരു സാധനം വരും. അത് നമ്മൾ ബാക്കടിക്കുക. ഇതെന്തുവാ ശരിക്കും ഇങ്ങനെയല്ലല്ലോ ഇത്. ജസ്റ്റ് മിനിറ്റ്, സംഭവം ഇങ്ങനെയല്ല. ഒന്നും കൂടി ഏഡ് ക്യാപ്ഷനിൽ പോയി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. ഇങ്ങനെ വരിക. അതിൽ ടെക്സ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആ ലിങ്കിൽ എന്താണോ എഴുതേണ്ടത് അക്കാര്യം ഞാൻ ലിങ്ക് കാണുമ്പോൾ ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ നല്ല ഒരു എഴുത്തല്ലേ, ആ എഴുത്ത് എന്തായിരിക്കണം. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ഹിയർ എന്നായിരിക്കും. അത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ഫോർ ഡൗൺലോഡിങ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇനി ഇവിടെയാണ് ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇത് സമഗ്രൻ്റെ ആ ലിങ്കാണ്. അത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു സാധനം ഓപ്പൺ ഇൻ ന്യൂ വിൻഡോ, അതും കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പം ഇവിടെ എന്ത് വന്നു, ക്ലിക്ക് ഹിയർ ഫോർ ഡൗൺലോഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ സാധനം വന്നു. അതായത് ഇനി ഈ ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ ആ സമഗ്രൻ്റെ സൈറ്റിലേക്ക് പോയിക്കൊള്ളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇവിടുത്തെ നീല സാധനമില്ലേ, മഞ്ഞ മേലുള്ള എറോ മാർക്ക്, പബ്ലിഷ് പേജ് കൺഫേം അടിക്കുക. ആ പേജ് നമ്മൾ ഉണ്ടാക്കി. ഇതൊറ്റ പേജാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയുള്ളൂ. ഇനി കുറേ പേജ് ഉണ്ടാക്കാനുണ്ട്. എത്ര ലിങ്ക് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്രയും പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് പേജ് ഇത്, അതിന് സെക്കൻഡ് പേജിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സൈറ്റിലോട്ടേക്ക് പോകേണ്ട ലിങ്ക് എങ്ങനെയാണ് ആക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഒരു പിക്ചർ കാണുന്നൊരു ലിങ്ക്, വെറും എന്താ വേണ്ടത്, ഒരു ചിത്രം മാത്രം കാണുന്നൊരു ലിങ്ക് വേണം. അതായത് ഒരു സ്റ്റിൽ മോഡൽ എന്ന് പറയുന്ന ഒരു ലിങ്ക്, അത് തൊട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ പേജ് ഓപ്പൺ ആയി വരണം. ഇതിൽ കുറേ സ്റ്റിൽ മോഡൽ വേണം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഹെഡിങ്ങിൽ എന്ത് ചെയ്യുക, സ്റ്റിൽ മോഡൽ എന്ന് അടിക്കുക. പാരഗ്രാഫ് മാറ്റിയിട്ട് ഹെഡിങ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റിൽ മോഡലിൽ നിന്ന് ഹെഡിങ് കൊടുക്കുക. സ്റ്റിൽ മോഡൽ. ഇനി സ്റ്റിൽ മോഡലിൻ്റെ അടിയിൽ 2-3 സ്റ്റിൽ മോഡലിൻ്റെ പിക്ചർ എനിക്ക് ആഡ് ചെയ്യണം. പിക്ചർ ആഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇത് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ, ബ്രൗസ്, സ്റ്റിൽ മോഡലല്ലേ, ഒരു സ്റ്റിൽ മോഡൽ എടുത്തു, ഡൺ കൊടുത്തു. അതവിടെ വരും, സ്റ്റിൽ മോഡൽ വന്നു. അതിൻ്റെ അടിയിൽ അത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഈ 2 ഏറോ മാർക്ക്, അതൊന്ന് നോക്കിക്കണ്ട, തിരിച്ച് കണ്ട അടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു പിക്ചർ കൂടി ആഡ് ചെയ്യുന്നു. ഇവിടെ 2-3 പിക്ചർ ആഡ് ചെയ്യാമല്ലോ. വീണ്ടും എന്ത് ചെയ്യുക, അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ, ബ്രൗസ്, വേറൊരു പിക്ചർ ഇതൊന്നും എടുക്കും. അങ്ങനെ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ പിക്ചർ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ വെക്കാം. ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിക്ചർ ശരിക്കും എവിടെ വരണം എന്ന് തീരുമാനിക്കുന്നത് ഈ കേസർ സാധനം കാണിക്കില്ലേ, അത് നിങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്ത് പിക്ചർ വരും. ഇവിടെ വെച്ചിട്ടാണ് ചെയ്തതിനെ കൊണ്ട് ഈ ഭാഗത്ത് പിക്ചർ വന്നു. ഒന്നും വലിയ കാര്യമില്ല, നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് എൻ്റെ 2ാമത്തെ പേജ്. ഇതിൽ ലിങ്കൊന്നുമില്ല, 2ാമത്തെ പേജ്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതെന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കൺഫേം അടിക്കുക.
അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പേജും ക്രിയേറ്റായി, 2 പേജ് ഉണ്ടാക്കി. അപ്പോൾ ഒരു സൈറ്റിൻ്റെ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്യണം എന്നുള്ളത് ഒരു പേജ്, 2 ചിത്രമുള്ള ഒരു പേജ്. ഇനി മൂന്നാമത്തെ പേജ് എന്ന് പറയുന്നത് ഒരു PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു പേജ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ആ ലിങ്ക് തൊടുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫോണിലുള്ള ഒരു PDF ഡൗൺലോഡ് ആവണം. അതിന് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ആ പേജിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ആണെന്നിരിക്കാം. അപ്പോൾ ഹെഡിങ് ആയിട്ട് എന്ത് ചെയ്യണം, ഹാൻഡ് ബുക്ക് എഴുതണം. അപ്പോൾ ഹെഡിങ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് ഹാൻഡ് ബുക്ക് എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഹാൻഡ് ബുക്കിൻ്റെ ഒരു ചിത്രം ഞാൻ കൊടുക്കണം. അപ്പോൾ ഹാൻഡ് ബുക്കിൻ്റെ ഒരു ചിത്രം ബ്രൗസ് ചെയ്യുക. ഓക്കെ, ഇനി ഹാൻഡ് ബുക്കിൻ്റെ തൊട്ട് താഴെയാണ് എന്ത് വരേണ്ടത്, ആ ലിങ്ക് വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഒന്നും കൂടി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കിയാൽ ഒരു ആഡ് ക്യാപ്ഷൻ വരും. ഈ ക്യാപ്ഷനാണ് എന്താവേണ്ടത്, ലിങ്ക് ആവേണ്ടത്. അതിൻ്റെ ലിങ്ക് ആവണമെങ്കിൽ വീണ്ടും 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ആ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. ലിങ്ക് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ലിങ്ക് ഓപ്ഷൻ എടുക്കുന്നതിന് മുമ്പ് ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യണം. അതായത് നമുക്കൊരു PDF അവിടത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പം PDFൻ്റെ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈവ് പോവുക, ഗൂഗിൾ ഡ്രൈവ്. അതെവിടെ പഠിച്ചാൽ റെഡികളുണ്ടാവും. ഗൂഗിൾ ഡ്രൈവ് പോവുക. ആ ഡ്രൈവിൽ നമുക്ക് ആ PDF നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ ഡ്രൈവിൽ ഓൾറെഡി PDF ഉണ്ടെങ്കിൽ ഓക്കെ. ഇത് കണ്ടില്ലേ ക്വസ്റ്റ്യൻ PDF എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ PDF ആണ് എന്ത് ചെയ്യേണ്ടത്, അവിടത്തേക്ക് കൊടുക്കേണ്ടത് ഈ PDF. അപ്പോൾ ഈ PDF നിങ്ങളുടെ ഡ്രൈവിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഡ്രൈവ് കയറി നോക്കുക, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന PDF ഡ്രൈവിലുണ്ടോ. ഇനി അഥവാ ഇല്ലെങ്കിലൊന്നുമില്ല. ഇത് ഈ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ഈ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് ആ ഒരു PDF കണ്ടുപിടിച്ച് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിവിടെ സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ആ PDF ഇവിടത്തേക്ക് വരും. അപ്പോൾ ഡ്രൈവിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു PDF എനിക്ക് കൊടുക്കണമെങ്കിൽ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ലിങ്ക് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് നേരെ സൈറ്റിലേക്ക് പോയിട്ട് നമ്മൾ വീണ്ടും ആ ലിങ്കിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ഉണ്ട് ടെക്സ്റ്റ് ഡിസ്പ്ലേ. ഇതെന്ന് വെച്ചാൽ ആ ലിങ്ക് എങ്ങനെയായിരിക്കണം, ആ ലിങ്കിൻ്റെ എഴുത്തെന്തായിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ക്ലിക്ക് ഹിയർ എന്ന് കൊടുക്കുന്നു. ക്ലിക്ക് ഹിയർ. ഇവിടെ എന്ത് ചെയ്യുന്നു, ആ ഡ്രൈവിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. അത് ഇവിടത്തേക്കാട്ടോ പോയെ. ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടത്തേക്കല്ല നമുക്ക് പോകണ്ടേ. അതെന്ന് വെച്ചാൽ ബാക്ക് അടിക്കുക. തേർഡ് ക്യാപ്ഷൻ ഇല്ല, അതാ പറഞ്ഞത് കേഴ്സർ എവിടെയാണോ നിൽക്കുന്നത്, അതായത് നമ്മൾ ഈ എഴുതുന്ന സാധനം എവിടെയാണോ നിൽക്കുന്നത് അവിടെ ആയിരിക്കും ആ ലിങ്ക് വരിക. വീണ്ടും ലിങ്കിൻ്റെ ഓപ്ഷൻ എടുക്കുന്നു, ക്ലിക്ക് ഹിയർ. അതിന് വീണ്ടും ആ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സാധനം ഇവിടെ വന്നു. പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം 3 പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്ര പേജ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി ഈ പേജ് എങ്ങനെ നമുക്ക് മെയിനായിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ, ഫസ്റ്റ് പോസ്റ്റ്, അതിവിടെ ഉണ്ടാവും. ഈ മൂന്ന് സാധനം ഇല്ലേ, ഈ 3 സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ പോസ്റ്റ് എന്ത് ചെയ്യാം, നമ്മളുണ്ടാക്കിയ പോസ്റ്റ് ഇതിൻ്റെ അടിയിൽ ആ ലിങ്ക് ഇപ്പോൾ ഉണ്ടാക്കിയ പേജിലുള്ള ലിങ്ക് നമുക്ക് കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യാമെന്നത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇത് ഭയങ്കര ലെങ്തായില്ലേ, അടുത്ത വീഡിയോ കാണിക്കാം.